പ്രഭാത സമയമായിരുന്നു. ബിർജു പുറത്തേക്ക് പോകാൻ ഇറങ്ങുകയായിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ഭാര്യ അനിത അദ്ദേഹത്തോട് പറഞ്ഞത്, അതെ, ഞാനൊരു കാര്യം പറയട്ടെ, വൈകുന്നേരം ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് റേഷൻ കൂടി വാങ്ങി വരണം, കേട്ടോ? അനിത, നിനക്കെന്നെ അറിയാം, ഇപ്പൊ എന്റെ പോക്കറ്റിൽ ഒരു പൈസ പോലും ഇല്ല. നമ്മുടെ ജീവിതസ്ഥിതി എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ചംക്ക് ഇപ്പൊ 10 വയസ്സേ ആയിട്ടുള്ളൂ. ദാരിദ്ര്യത്തിന്റെ അർത്ഥം അവൾക്ക് മനസ്സിലാക്കാനായിട്ടില്ല. ഇന്നലെ രാത്രിയും എന്റെ മകൾ വിശന്നിട്ടാണ് ഉറങ്ങിയത്. ശരി അനിത, ഞാൻ ജമീന്ദാറിന്റെ അടുത്ത് കുറച്ച് അഡ്വാൻസ് വാങ്ങാൻ പറ്റുമോ നോക്കട്ടെ. വൈകുന്നേര സമയത്ത് ബിർജു ജമീന്ദാരോട് പറഞ്ഞു, മുതലാളി, എനിക്ക് കുറച്ച് പണം ആവശ്യമാണ്. എന്താ ബ്രിജു, നിനക്കിപ്പോ പണം ആവശ്യമില്ലാതെ നിനക്ക് നിൽക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ടോ? പറ. മുതലാളി, ഇന്നലെ രാത്രി തൊട്ട് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് എന്റെ ഭാര്യയ്ക്കും ഭക്ഷണം ഇല്ലാതെ ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ മകൾ വിശപ്പില്ലാതെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ കുറച്ചു ദിവസം മുമ്പാണ് നിന്റെ ഭാര്യയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് പണം വാങ്ങിയത്. നിന്റെ ഭാര്യയും ശരിയായല്ലോ, പക്ഷെ നീ എനിക്ക് ആ പണം തിരിച്ചു തന്നിട്ടേ ഇല്ലല്ലോ. പക്ഷെ അതിനു പകരം ഞാൻ എന്റെ വയല് നിങ്ങൾക്ക് അടகு വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ഈ കാര്യം വളരെ നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം. ഒരു വയല് ഒരു കർഷകന്റെ ജീവിതമാണ്. ബിർജുവിന്റെ വാക്കുകൾ കേട്ട് ജമീന്ദാർ ക്രുദ്ധനായി പറഞ്ഞു, ഒരു ഭാഗത്ത് നിന്റെ അടുത്ത് പാവം നോക്കണം, മറ്റൊരു ഭാഗത്ത് നീ പറയുന്നൊക്കെ ഞാൻ കേൾക്കണോ? ഇല്ല, എന്നെ കൊണ്ട് ഒരേ സമയത്ത് 2 ജോലി ചെയ്യാൻ പറ്റില്ല. നീ നിന്റെ വയല് എന്റെ പേരിൽ അടகு വെച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും നീ ആ വയലല്ലേ ജോലി ചെയ്തോണ്ടിരിക്കുന്നത്. അത് വെച്ചിട്ടല്ലേ നിന്റെ കുടുംബം നീ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ നിന്റെ സംസാരം ശരിയില്ലല്ലോ. എന്താ പറയുന്നത്? അത് എന്താണെന്ന് വെച്ചാൽ, നിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു കർഷകന്റെ ജീവിതമല്ലേ സ്ഥലം. ഞാൻ നിന്റെ വയല് നിന്റെ അടുത്ത് തന്നെ ഞാൻ തിരിച്ചു തന്നേക്കാം. ജമീന്ദാറിന്റെ വാക്കുകൾ കേട്ട് ബിർജുവിന് സന്തോഷമായി. പക്ഷെ അവന്റെ സന്തോഷം കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ഇല്ലാതായി. ഗ്രാമത്തില് ആ വശത്തുള്ള എന്റെ ഒരു വയലുണ്ടല്ലോ, ഇന്ന് മുതൽ അത് നിനക്കാണ്. പോയിക്കോ, പോയിട്ട് അതിൽ നീ നെല്ലിടാൻ നോക്ക്. പഴം ഉണ്ടായിക്കോ, പച്ചക്കറി ഉണ്ടായിക്കോ. ആദ്യം നീയേ ഇവിടുന്ന് കുറച്ച് പോകുന്ന നല്ലത്. അങ്ങനൊന്നും ചെയ്യല്ലേ, ആ ഭൂമി തരിശ നിലമല്ലേ. പക്ഷെ തരിശ ഭൂമിയിൽ നിലവെക്കുന്നത് അതൊരു കൃഷിക്കാരന്റെ കടമയല്ലേ. ബിർജു ജമീന്ദാരുടെ കാല് പിടിച്ച് കെഞ്ചി. പക്ഷെ ജമീന്ദാറിന്റെ ഹൃദയം കനിഞ്ഞതേയില്ല. ബിർജു ഒന്നും മിണ്ടാതെ തന്റെ വീട്ടിലേക്ക് മടങ്ങി. എന്നിട്ട് കരഞ്ഞുകൊണ്ട് നടന്ന എല്ലാ കാര്യങ്ങളും തന്റെ ഭാര്യയോട് വിശദീകരിച്ചു. ഇപ്പൊ നീ തന്നെ പറയാ അനിത, ഞാനിപ്പോഴെന്ത് ചെയ്യാനാ? നിങ്ങൾ യാതൊന്നും ചെയ്യണ്ട. ജമീന്ദാർ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തരിശുഭൂമിയിൽ നിങ്ങൾ കൃഷി ചെയ്ത് അതിലുണ്ടായ വിളകൾ എടുത്ത് ജമീന്ദാറിന് മുന്നിൽ കൊണ്ടുപോയി കാണിക്കൂ. അപ്പോൾ അദ്ദേഹത്തിന്റെ വായയും നിശബ്ദമാവും. രാത്രി മുഴുവൻ ബിർജു ഉറങ്ങാതെയിരുന്നു. പക്ഷെ അന്ന് രാത്രി ആ തരിശുഭൂമിയിൽ പെട്ടെന്ന് വാനത്തിൽ നിന്നും ഒരു സ്പേസ് ഷിപ്പ് വന്ന് നിന്നു. ആ സ്പേസ് ഷിപ്പിൽ നിന്നും 2 ഏലിയൻസിനെ പോലെ തോന്നുന്ന ഒരു സ്ത്രീയും ഒരു പുരുഷനും താഴേക്ക് ഇറങ്ങി വന്നു. പുരുഷ ഏലിയൻ സ്ത്രീ ഏലിയനോട് പറഞ്ഞു, നമ്മുടെ ഗ്രഹത്തിൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ എന്താ പറഞ്ഞോണ്ടിരുന്ന വെച്ചാൽ, ഭൂമി വളരെ മനോഹരമായിട്ടുണ്ടാവും പറഞ്ഞു. പക്ഷേ ഈ തരിശു ഭൂമി കണ്ടാൽ നമ്മുടെ ലോകമാണ് ഓർമ്മ വരുന്നത്. ആദ്യം നമ്മൾ ഈ സ്ഥലത്തിനെ പറ്റി അറിവുകൾ നേടിയെടുക്കണം. മാത്രമല്ല, നമ്മൾ മനുഷ്യന്മാരുടെ ഭാഷയും പഠിച്ച് എടുക്കണം. നമ്മൾ പെട്ടെന്ന് തന്നെ ആ മരുന്ന് കുടിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഭൂമിയിൽ അധികം നിൽക്കാൻ പറ്റില്ല. മരുന്ന് എടുക്ക്. സ്ത്രീ ഏലിയന്റെ വാക്കുകൾ കേട്ട് പുരുഷ ഏലിയൻ പെട്ടെന്ന് തന്നെ ഗുളികയെടുത്ത് സ്ത്രീ ഏലിയന് കൊടുത്തു. അവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ ആ ഗുളിക കഴിച്ചു. ഗുളിക കഴിച്ച ഉടനെ തന്നെ അവർ ഗ്രാമവാസികളായ ഒരു സ്ത്രീയും പുരുഷനുമായി മാറി. അപ്പോൾ രാവിലെ പുലരാൻ പോവുകയാണ്, നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വന്നേക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ പുരുഷ ഏലിയൻ അവിടെ നിന്നും പോയി. എന്നിട്ട് ഗ്രാമവാസികളെ പറ്റി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. ഒരുപാട് സമയം കഴിഞ്ഞ് ആ പുരുഷ ഏലിയന് വല്ലാതെ വിശക്കാൻ തുടങ്ങി. എനിക്ക് എന്താ പെട്ടെന്ന് ഇങ്ങനെ വിശക്കുന്നു അറിയുന്നില്ലല്ലോ. ഒരു പക്ഷേ ഭൂമിന്റെ അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരിക്കും തോന്നുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് കഴിക്കാനുള്ള ഭക്ഷണം തേടി അവൻ നടന്നു. പെട്ടെന്ന് തന്നെ അവന്റെ നോട്ടം ഒരു സമൂസ കടയിലേക്ക് പതിഞ്ഞു.
ഇതിലിരുന്ന് വളരെ നല്ല മണം വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ ഭക്ഷണം വളരെ നല്ല രുചിയുണ്ടാവും തോന്നുന്നു. കാണാനും വളരെ നന്നായിട്ടുണ്ടല്ലോ. പുരുഷ ഏലിയൻ നേരെ തന്നെ സമൂസ കടയിലേക്ക് എത്തിച്ചേർന്നു. ഇതെന്താണ് ചേട്ടാ, നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? ഇത് സമോസ ആണ് ചേട്ടാ. കാണാൻ തന്നെ വളരെ ഭംഗിയായിട്ടുണ്ടല്ലോ. കഴിച്ചാലും വളരെ നല്ല രുചി ഉണ്ടാവും തോന്നുന്നു. ആ ചേട്ടാ, വാങ്ങിച്ചോളൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ പണി പോയി നോക്ക്. വ്യാപാരം നടക്കുന്ന സമയമാണേ. ആ ഞാൻ കഴിക്കാനാണ് പോകുന്നത്. കടക്കാരൻ അയാൾക്ക് 4 സമൂസകൾ എടുത്തു കൊടുത്തു. 4 സമൂസകളും കഴിച്ച് വളരെ സന്തോഷവാനായ പുരുഷ ഏലിയൻ തന്നോട് തന്നെ പറഞ്ഞു, എന്റെ പൊന്നോ, വളരെ സന്തോഷമായിട്ടുണ്ട് ചേട്ടാ. ഇന്ന് 4 സമൂസ പാക്ക് ചെയ്ത് തന്നേക്ക്. കടക്കാരനോട് 4 സമൂസകൾ പാക്ക് ചെയ്ത് വാങ്ങി പുരുഷ ഏലിയൻ അവിടെ നിന്നും നടന്നുപോയി. ആ ചേട്ടാ, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? കാശ് ആര് തരും? കാശോ? എന്ത് കാശ്? അങ്ങനെ വെച്ചാൽ എന്താണ്? മര്യാദയ്ക്ക് നിങ്ങൾ കാശ് തന്നേക്ക്. 4 സമോസ കഴിച്ചിട്ടുണ്ട്, 4 സമോസ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഗ്രാമത്തലവൻ എത്തിച്ചേർന്നത്. ഇവിടെ എന്താ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടെ നോക്കൂ മുതലാളി, ഇയാൾ 4 സമൂസ കഴിച്ചിട്ടുണ്ട്, പിന്നെ 4 സമൂസ പാക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ കാശ് തരുന്നേ ഇല്ല. ഗ്രാമത്തലവൻ പുരുഷ ഏലിയനെ വളരെ അത്ഭുതത്തോടെ നോക്കി. ആ ഏലിയൻ ഇപ്പോൾ മനുഷ്യരൂപത്തിലാണല്ലോ ഉള്ളത്. ചേട്ടാ, ഇയാളെ കണ്ട ഈ ഗ്രാമത്തിലെ ആള് പോലെ തോന്നില്ലല്ലോ. പാവം, ഇയാളുടെ അടുത്ത് കാശ് ഉണ്ടാവില്ലെന്നാ തോന്നുന്നത്. നിങ്ങളുടെ പേരെന്താണ്? ഒരുപക്ഷെ ഞാൻ എൻ്റെ പേര് പറഞ്ഞാൽ ഇയാൾക്ക് തീർച്ചയായിട്ടും എൻ്റെ മേലെ സംശയം വരും. ഞാൻ ഇയാളുടെ അടുത്ത് ഭൂമിയിലുള്ള ഒരാളുടെ പേരാണ് പറഞ്ഞേ പറ്റുള്ളൂ. എൻ്റെ പേര് രാമുവാണ്. ഞാൻ വേറൊരു ഗ്രാമത്തിലാണ് വരുന്നത്. ആ അത് നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. എൻ്റെ കൂടെ വരൂ. ഗ്രാമത്തലവൻ ഏലിയനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ വീട്ടിൽ ബിർജുവിനെ കണ്ടപ്പോൾ ഗ്രാമത്തലവൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു, ആ ബിർജു, നീയോ? നീ എന്താ ഇന്ന് വയലിലേക്ക് പോകുന്നില്ലേ? ബിർജു എല്ലാ കാര്യങ്ങളും ഗ്രാമത്തലവനോട് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ തന്നെ പറയൂ, ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ജമീന്ദാർ നിനക്ക് എന്തായാലും ഒരു വലിയ അന്യായമാണ് ചെയ്തിരിക്കുന്നത് ബിർജു. നിനക്ക് എൻ്റെ അടുത്ത് എന്താ വേണ്ടത്? മുതലാളി, എനിക്ക് വിത്തുകൾ വാങ്ങാനുള്ള കാശ് അളവ് നിങ്ങൾ തന്നാൽ വളരെ എളുപ്പമായിട്ടുണ്ടാവും. ഞാൻ ആ ജമീന്ദാർക്ക് കാണിച്ചേ പറ്റുള്ളൂ. ഒരു കൃഷിക്കാരനെ കൊണ്ട് ഒരു തരസ് ഭൂമി ആയാലും അത് നല്ല സ്ഥലമായിട്ട് മാറ്റി കൊടുക്കണമെന്ന്. ഗ്രാമത്തലവൻ പെട്ടെന്ന് തന്നെ കുറച്ച് കാശെടുത്ത് ബിർജുവിന് കൊടുത്തുകൊണ്ട് പറഞ്ഞു, പിന്നെ കൂടെ തന്നെ ഈ പാവമുള്ള റാമുവിനെ നീ കൂട്ടിക്കൊണ്ടുപോയിക്കോ. ഇവൻ ഈ ഗ്രാമത്തിന് പുതിയതാണ്. ഇവന്റെ കയ്യിലാണെങ്കിൽ പണവും ഇല്ല. ഇവന് നിന്റെ സഹായം കിട്ടിയാൽ വളരെ എളുപ്പമായിട്ടുണ്ടാവും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഗ്രാമത്തലവൻ രാമു ഏലിയനോട് പറഞ്ഞു, നീ ബിർജുന്റെ കൂടെ ചേർന്നിട്ട് അവനെ നീ സഹായിക്കാൻ പോവുമോ? നിന്റെ ശരീരം കണ്ടാൽ നല്ല ബലശാലി പോലെയാണ് തോന്നുന്നത്. വളരെ പെട്ടെന്നുള്ള ചോദ്യമായതുകൊണ്ട് ആ ഏലിയൻ ഹാ എന്ന് പറഞ്ഞു. എന്നിട്ട് ബിർജുവിന്റെ കൂടെ തന്റെ വീട്ടിലേക്ക് പോയി. ബിർജുവിന്റെ വീട്ടിലെത്തിയ ഏലിയൻ തന്റെ ഏലിയൻ ഭാര്യയെ കണ്ട് പെട്ടെന്ന് അത്ഭുതപ്പെട്ടു പോയി. ബിർജുവിന്റെ ഭാര്യ ബിർജുവിനോട് പറഞ്ഞു, നന്നായി നിങ്ങളിപ്പോ വന്നത്. ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയോ, ഇന്ന് രാവിലെ ഞാൻ വനത്തിനുള്ളിലേക്ക് പോയപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് പാവപ്പെട്ട സ്ത്രീയെ കിട്ടിയത്. ഇവരുടെ പേര് വിമല എന്നാണ്. ഇവർ വിശന്നിരിക്കുകയായിരുന്നു. ഞാൻ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ മുതലാളിയുടെ അടുത്ത് പണം കടം വാങ്ങാൻ വേണ്ടി പോയിരുന്നു. അപ്പോഴാണ് ഞാൻ രാമനെ കണ്ടത്. ഇയാൾ ഈ ഗ്രാമത്തിന് ആളല്ല. ഇന്നു മുതൽ നമ്മുടെ ഈ വയലിലേക്ക് സഹായിക്കാനുണ്ടാവും. ഏലിയൻ സംശയത്തിന് ഇടകൊടുത്തില്ല. അതായത് വിമല തന്റെ ഏലിയൻ ഭാര്യയാണെന്ന്. പിറ്റേ ദിവസം ബിർജു ആ ഏലിയനെ തന്റെ തരിശു ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. രാമു, ഈ സ്ഥലം നീ തോണ്ടി കാണിക്ക്. ഇതെന്താണ്? ചേടാ, എന്താ ഇത്? നീ എന്താ ഏലിയനാണോ? ഇത് മൺവെട്ടിയാണ്. ഇത് വെച്ചിട്ട് നീ സ്ഥലം തോണ്ടണം. ഞാൻ നിങ്ങളുടെ അടുത്ത് എങ്ങനെ ചെയ്യുന്നുണ്ടോ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ബിർജു വല്ലാതെ കഷ്ടപ്പെട്ട് നിലം കുഴിക്കാൻ തുടങ്ങി. ഏലിയൻ രാമുവും കൂടി ബിർജുവിനെ കണ്ട് അതേ രീതിയിൽ അധ്വാനിക്കാൻ തുടങ്ങി. ഏലിയൻ രാമുവിന്റെ അവസ്ഥ ഉച്ചയ്ക്ക് ശേഷം വല്ലാതെ മാറാൻ തുടങ്ങി. ചേട്ടാ, ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ വലിയ മെഷീനൊക്കെ വെച്ചല്ലേ ജോലി ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് എന്താ അങ്ങനത്തെ മെഷീനൊന്നും ഇല്ലേ? ചേട്ടാ, ഒരു കർഷകന് ഒരു വലിയ മെഷീൻ എന്താണെന്ന് വെച്ചാൽ ഈ മമ്മട്ടിയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ബിർജു ആ വലിയ കാട്ടിനുള്ളിൽ ഏലിയൻ രാമുവിന്റെ കൂടെ ചേർന്ന് അത്യുഷ്ണത്തിലും അധ്വാനിക്കാനായി തുടങ്ങി. നമ്മൾ തീർച്ചയായിട്ടും നാളെ വരാം. നിങ്ങൾ നല്ല അധ്വാനിക്കുന്ന ഒരു കൃഷിക്കാരൻ തന്നെയാണ്. വരൂ, വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും നമുക്ക് കഴിക്കാം. ബിർജു ഏലിയൻ രാമുവിനെയും കൊണ്ട് തന്റെ വീട്ടിലേക്ക് വന്നു.
ഭക്ഷണം കഴിച്ച ഏലിയൻ രാമു സന്തോഷത്തോടുകൂടി പറഞ്ഞു. എന്റെ പൊന്നോ, ഭക്ഷണം വളരെ നന്നായിട്ടുണ്ട്. അല്ല, ഭക്ഷണം ഇന്നുണ്ടാക്കിയത് വിമലയാണ്. എനിക്ക് ആദ്യമേ മനസ്സിലായിരുന്നു വിമലയ്ക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ അറിയില്ലെന്ന്. അതുകൊണ്ട് ഞാൻ അവൾക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. ബിർജുവിന്റെ ഭാര്യയുടെ വാക്കുകൾ കേട്ട് ഏലിയൻ രാമുവിന് വളരെ അത്ഭുതമായി. പിറ്റേ ദിവസം ഏലിയൻ രാമു ബിർജുവിന്റെ പാടത്തിലേക്ക് വന്ന് വീണ്ടും അധ്വാനിക്കാൻ തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവരുടെ കഠിന അധ്വാനത്തിന് ഫലമുണ്ടായി. കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ അവിടെ പട്ടാണിയുടെ ചെടികൾ ധാരാളമായി വളരാൻ തുടങ്ങി. ഇത് കണ്ട ബിർജുവിന് വളരെയധികം സന്തോഷം തോന്നി. അദ്ദേഹം ഏലിയൻ രാമുവിനോടായി പറഞ്ഞു, ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ട്? ഇന്നുള്ള എന്റെ സന്തോഷം എനിക്ക് വാക്കുകളുണ്ട് പറയാൻ പറ്റുന്നില്ല. ശരി, വാ, വീട്ടിലേക്ക് പോവാം. ഏലിയൻ രാമു ബിർജുവിന്റെ കൂടെ വീട്ടിലേക്ക് പോയി. ഏലിയൻ രാമുവും പത്നിയും ബിർജുവിന്റെ കുടുംബത്തോടൊപ്പം താമസിക്കാൻ തുടങ്ങി കുറച്ചധികം നാളായി. ഏലിയൻ രാമുവും അദ്ദേഹത്തിന്റെ ഭാര്യയും മറന്നുപോയിരുന്നു, അതായത് അവർ ഈ ഭൂമിയിലേതല്ല, അവർ ഏലിയൻസ് ആണെന്ന കാര്യം. ഒരു ദിവസം രാത്രി ഏലിയൻ രാമു തന്റെ ഭാര്യയോട് പറഞ്ഞു, ഇപ്പൊ നമുക്ക് തിരിച്ചു പോയേ പറ്റുള്ളൂ. നിങ്ങൾ പറഞ്ഞ കാര്യം സത്യമാണ്. ഈ മനുഷ്യന്മാർ കൂടെ ഉണ്ടായിട്ട് ഞാൻ ഒരു കാര്യം മറന്നുപോയി. ഞാൻ ഏലിയൻ എന്നാണെന്ന്. പിന്നെ ഞാൻ മുഴുവനായിട്ട് ഒരു കൃഷിക്കാരനായിട്ട് മാറി. പക്ഷെ ഞാൻ ഈ ഭൂമിക്ക് വന്നതിന് ശേഷം കുറെ കാര്യങ്ങൾ എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റി. ഭൂമിയിലുള്ളവർ വളരെ നല്ലവരായിട്ടുണ്ട്, നല്ല അധ്വാനിക്കുന്ന ആൾക്കാരാണ്. പിന്നെ നമ്മളും ഉണ്ടല്ലോ. നമ്മൾ നമ്മുടെ ഗ്രഹത്തിൽ ഒരുപാട് പോരാട്ടങ്ങൾ ചെയ്ത് ഫലഭൂയിഷ്ഠമായ ഭൂമിയെ മുഴുവൻ തരിശു ഭൂമിയാക്കി മാറ്റി. എന്നിട്ട് ഭൂമിയിലേക്ക് വന്ന് ഇവിടം നശിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷെ നിഷ്കളങ്കരായ ഭൂമിയിലെ ജനങ്ങൾ നമ്മളെ ഇങ്ങനെ പഠിപ്പിച്ചു, അതായത് തരിശായി കിടന്ന ഭൂമിയെ എങ്ങനെ ഫലഭൂഷ്ടമുള്ളതാക്കി മാറ്റിയെന്ന്, തരിശു ഭൂമികളെ എങ്ങനെ ഹരിതാഭയുള്ളതാക്കി മാറ്റണമെന്ന്. വരൂ, ഇപ്പോൾ നമ്മൾ പറയാനുള്ള സമയമായിരിക്കുന്നു, അതായത് നമ്മൾ രണ്ടുപേരും ആരാണെന്ന്. ആ രണ്ട് ഏലിയൻസും ചേർന്ന് ബിർജുവിനെയും ഭാര്യയെയും ഉണർത്തി. എന്തുപറ്റി രാമു? ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്റെ കൂടെ വരൂ. ഏലിയനും ഭാര്യയും ചേർന്ന് ബിർജുവിനെയും ഭാര്യയെയും കൊണ്ട് ആ പാടത്തിന്റെ സമീപത്തേക്ക് എത്തി. പെട്ടെന്ന് തന്നെ രാമുവിന്റെയും ഭാര്യയുടെയും രൂപം ഏലിയന്റെ രൂപമായി മാറി. പേടിക്കണ്ട, ഞങ്ങൾ ഭാര്യ ഭർത്താവാണ്, പിന്നെ ഏലിയനുമാണ്. അന്ന് രാത്രി ഞങ്ങളുടെ ഷിപ്പ് ഞങ്ങളുടെ ഈ തരസ് ഭൂമിയിലാണ് എത്തിയത്. ഞങ്ങൾ ഈ ഭൂമി വന്നിട്ട് ആക്രമിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ നിങ്ങൾ ഒരു ഏലിയനെ കൃഷിക്കാരനായിട്ട് നിങ്ങൾ മാറ്റി. ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഗ്രഹത്തിലേക്ക് പോയിട്ട് കൃഷിയാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് കുറെ സഹായം ചെയ്തിട്ടുണ്ട്, അത് എപ്പോഴും ഞങ്ങൾ മറക്കാൻ പോകുന്നില്ല. ആ ഏലിയൻ ഇത്ര പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരു സ്പേസ് ഷിപ്പ് വന്ന് ബിർജുവിന്റെയും പത്നിയുടെയും സമീപത്തേക്ക് എത്തി. ഏലിയൻ ആ ഷിപ്പിൽ നിന്നും ഒരുപാട് നിധികൾ എടുത്തുകൊണ്ടുവന്നു. എന്നിട്ട് രാമുവിന്റെ സമീപത്തേക്ക് വെച്ചു. ഈ വൈരക്കല്ലൊക്കെ ഞങ്ങളുടെ ഗ്രഹത്തിൽ ഒരു സാധാരണ കല്ലിന്റെ സമമാണ്. പക്ഷെ നിങ്ങളുടെ ഈ ഭൂമിയിൽ ഇതിന് നല്ല വിലയും ഉണ്ട്. അതിന് പകരം നിങ്ങളുടെ അടുത്തുനിന്ന് ഞാൻ കൃഷി എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് വൈരത്തിനെക്കാട്ടും വളരെ വില കൂടിയതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ ഏലിയനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഷിപ്പിലേക്ക് ഇരുന്നു. ആ ഷിപ്പാണെങ്കിലോ വൈദ്യുത പ്രവാഹം പോലെ ആകാശത്തേക്ക് പോയി.